കിട്ടിയോ? 1300. ആ തെണ്ടിക്ക് കുറച്ച് കാശ് കൂടി പേഴ്സ് വെച്ച് നടന്നൂടാ. ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല. നമുക്ക് ആ കൊച്ചുറാണി ഒരു 500 രൂപ കൂടി ചോദിച്ചാലോ? ആ കപ്പേരവിടെ ഉണ്ടാവോ? വേണ്ട, ഞാൻ പോയി ചോദിക്കാം. കൊച്ചുറാണേ, കൊച്ചുറാണേ, ഇവിടെ എവിടെ പോയി കിടക്കുന്നു? എന്നതാ കാര്യം? കൊച്ചുറാണി വിളി. കൊച്ചുറാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായ ഞാൻ തീരുമാനിക്കും. നീ കാര്യം പറയടാ. കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. തമ്മരൊക്കെ കൊച്ചുറാണി വിളിച്ചോ? എന്നാ സൗകര്യമല്ല. കൊച്ചുറാണി ചക്കവിജയം വിളിക്കണു. എന്താ വിജയ ഒരു ബഹളം? ഇങ്ങനെ ഞാൻ തല്ലത്തില്ല, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ പൊന്നു മനുഷ്യ, നിങ്ങൾ തല്ല് ചോദിച്ചു മേടിക്കാൻ നിങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. അവൾ ഇപ്പൊ വരും. എന്നതാ വിജയേട്ടാ? ഗോപം പറഞ്ഞിട്ട് വരുവാ. ഒരു 1000 രൂപ തരാൻ പറഞ്ഞു. എന്തിന്? മണിയനൊരു നെഞ്ചുവേദന, ആശുപത്രി കൊണ്ടുപോകാനാ. ആദ്യം നിന്റെ ചേട്ടന്മാരെ 3 പേരെ ഒതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക. ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടെ? അതെങ്ങനാ? അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ. പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ. അതെ, പേഴ്സ് എടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു. അയ്യോ, എന്റെ പേഴ്സ്! അയ്യോ, അതും പോയോ? കാലമാടം വരെ അത് അടിച്ചെടുത്ത് കാണും. താങ്ക്സ്. 5 പൈസ പോലും ചെല്ലല്ലോ. ഇത് 800 രൂപയേ ഉള്ളൂ. ഗോപം വിളിക്കുന്നു. കാശ് തരാൻ പറഞ്ഞു വിളിക്കായിരിക്കും. ഇവന്മാർക്കെന്താ അവിടെ പണി? പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. കിട്ടിയാ? ഹലോ ഹലോ, അവന്മാർക്ക് കാശ് വല്ലതും കൊടുത്തോ? കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടിലെ ഗ്യാസ് എടുത്തതിന്റെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അതേ വിജയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി. ഈശ്വര, ആ കാശും പോയി. ആ കപ്പേര് വീട് വിറ്റേച്ച് പോകും മുമ്പ് നല്ല അടിപ്പൻ അടി ഞാൻ കൊടുത്തിരിക്കും. അയാൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ചൊറിച്ചില. ഓ, ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല. അതെന്നാ? സ്ഥലത്തിന് വിലയില്ലെന്ന്. വിലയില്ലേ? അയൽപക്കത്ത് നമ്മളല്ലേ. അപ്പൊ നമുക്കൊരു വിലയില്ലേ? ഇല്ലെന്ന് നമുക്കറിയാൻ പാലേട്ടാ, നമുക്കൊരു വിലയില്ല അല്ലേ? അതെ, നിങ്ങൾ വിട്ടോ. നാശം, പെണ്ണുങ്ങളെ കണ്ട അപ്പ ചാടിക്കോളും. ആലപരാതി. ഇവൻ കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി. Good morning. You want houseboats? Good looking, executive class, very cheap rates. Sorry mate, we all have one. Very cheap rate, my friend. Please come. Wonderful rates. എടാ സന്തോഷം, ഒരു ഡേ ക്രൂസിംഗിൽ ഒപ്പിച്ചാടാ. ഇന്നലെയും കൂടി ഓടിയിട്ടില്ല. നിന്റെ ഈ ചക്കട വെള്ളത്തിൽ ആര് കയറൂടാ ഇപ്പൊ? നീ ഒരു 2 ബെഡ്റൂം AC-യും അപ്പർ ഡെക്കുമായിട്ട് ഒരെണ്ണം ഇറക്ക്. ഓട്ടം ഞാൻ തരാം. ഉള്ള ബാങ്ക് ലോൺ തന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അടുത്തത്. ഗോപ, അവരെ പിടിച്ചു. നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീശ വീഴും. Yeah, good morning. Welcome to the Venice of the East, land of enchanting backwaters. You want houseboats? No. Homely atmosphere, homely food, homely bath. No, it's fine. Okay. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. How old are you? Why you're asking our age? See, in your country, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. But in Kerala, we respect the age. Yeah. So, according to the age, you are Catherine Mol, Catherine Chechi, Catherine Akachi, Akachira Kunyava. At last, you are Catherine Ammachi. Angane. So, only I ask you your age. Okay, I'm 43. Oh, then you are my elder sister. We will call you Chechi. Oh, yeah. And you are my Chetan, Martin Chetan. Yeah. Excuse me. Sushila, കരിമീൻ വെട്ടിക്കോ മോനെ. Please come. നിന്നെയൊക്കെ ഇന്ന് സായിപ്പന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ പോവാ.
അരപ്പും കൂട്ടി നാണം കണ്ട. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. സ്റ്റോക്ക് തീർന്നു. See, Mr. Goban, what about the entertainment program? Endo? Excuse me. തൊഴിലാളി. അരി കഴുകും തോറും കറുത്ത് കറുത്തു തന്നെ. എന്തായി? എന്താണ് നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാൽ തന്നെ അറിയാം, വല്ല ജിജ്ഞാസിയ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ Sunrise? Sunrise? സൺറൈസാ? ദിസ് ഈസ് ബസുമതി റൈസ്. What? മോർണിംഗ് 5:30. Oh, thank you. യോ വെൽക്കം. എന്താന്ന്? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്ന് ഉറങ്ങണത്. ഷാപ്പിന്റെ മുറ്റത്തെ ആടുന്ന തെങ്ങേ ഒരു കുളം കഴിഞ്ഞ് കളം തരാമോ? നെല്ലിന്റെ തണ്ട് മണക്കുന്ന കാറ്റ് ഷാപ്പിലെ കരിയുടെ മണം തരാമോ? തകതിന്നം തെയ്യന്നം പാട്ട് കേട്ടിട്ടോ തെങ്ങോല കൈയുകൾ താളം മുട്ടുന്നേ. കായൽ മീൻ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നേ. ഓളപ്പരപ്പിലെ വെള്ളം പായുന്നേ. ആലേലോ പൂലേലോ ആലേ പൂലേലോ ആലേലോ പൂലേലോ. വെൽക്കം ടു മൈ വില്ലേജ്. പ്ലീസ് കം ദിസ് വേ. നമസ്തേ. Namaste. പ്ലീസ്. Thank you. Namaste. നമസ്തേ. Oh, nice. This way. And this is my office. We have computers, കൂടാതെ net connection. You can check your mail. Oh, fine. Please relax for some time. I will be back you. after some time. കൊച്ചുറാണി കാശ്. ശരി. കുര്യച്ചന്റെ ഹൗസ് ബോട്ട് ഓട്ടമൊന്നുമില്ലേ? 2 ദിവസമായിട്ട് കടവിൽ തന്നെ ഉണ്ടല്ലോ. ഓ മടുപ്പ. സീസൺ ഭയങ്കര മോശമല്ലേന്ന്. എന്തും മടുപ്പായാലും ഗോപൻ എന്ന് സായിപ്പുണ്ട്. അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം. വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്ന 3 ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോറ്റിനോന്ന് ഒടേ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് കൊടുക്കുന്നത്. താമസിയാതെ വള്ളം ബാങ്കുകാരൻ കൊണ്ടുപോകും. അതന്നെ അവർക്ക് ഓട്ടമുണ്ട്. ഓട്ടം നിർത്തിച്ചുള്ള കൊണ്ടുപോകായിരിക്കും. ലോണത്തെ തിരിച്ചെടുക്കണേ. ഗോപാ വാടാ ഇരിക്കും. ശരി. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു. ഓസിനോശാൻ അവിടെ വന്ന് നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി ചെയ്യുന്ന ഭീഷണി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നായിരുന്നു. അടയ്ക്കണം. അടക്കരുത്. വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല. ഒരു വള്ളം മേടിക്കാൻ 2 ലക്ഷം ലോൺ എടുത്തവന് ജപ്തി. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? ഇങ്ങേരിങ്ങനെയൊക്കെ പലതും പറയും. കൈ കാശില്ലാത്തതിന് ഹൗസ് ബോട്ട് വാങ്ങിച്ചതാ ഇങ്ങനെ ഇരിക്കും. നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഓ അതാണപ്പ മനസ്സിലിരിപ്പ്. കുര്യച്ചോ, വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതിനൊരു സുഖമുണ്ട്. പക്ഷേ കാർന്നോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ അത് കിട്ടുകയല്ല. ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും. അങ്ങനോട് പറഞ്ഞുതരും കേട്ടാ. ഗോപ ഒന്നിങ്ങോട്ട് വന്നേ. മാറിക്കേട്ടാ.